കോക്രോച്ച് ജനതാ പാർട്ടി എന്ന CJP കുറിച്ചാണ് ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ആ ഒരു മൂവ്മെൻറ്റ് വന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ വേഗത്തിൽ മില്യൺസ് ഫോളോവേഴ്സ് യുവാക്കൾക്കിടയിൽ വലിയ ഒരു 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 കൊടുങ്കാറ്റായി അത് രൂപം കൊള്ളുന്നു. അപ്പോൾ ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ തൊഴിലില്ലായ്മക്കെതിരെ വലിയ സോഷ്യൽ മീഡിയയിൽ വലിയ മൂവ്മെൻറ്റായി അത് മാറുന്നു. ശേഷം ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ജന്തർ മന്ദിറിലേക്ക് തെരുവിലേക്ക് സമരവുമായി അവർ എത്തുന്നു. ഇപ്പോഴും സമരം നടക്കുന്നുണ്ട് ജന്തർ മന്ദിറിൽ സോനം വാങ്ചുക്കിൻ്റെ നേതൃത്വത്തിൽ. പക്ഷേ അത് ദുർബലപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ചിത്രം. ആരും അവർ കൊണ്ടുവന്ന സമരങ്ങളുടെ മെറിറ്റിനെ ഏറ്റെടുക്കാൻ മുഖ്യധാര പ്രതിപക്ഷ പാർട്ടികളൊന്നും തയ്യാറായില്ല. അങ്ങനെ CJP അങ്ങനെ ദുർബലമായി പോകുന്ന ഒരു കൊടുങ്കാറ്റായി മാറുകയാണോ എന്ന ഒരു ചോദ്യം ഉയരുന്ന സമയം കൂടിയാണ്. അപ്പോൾ അതും കൂടി സംസാരിക്കുകയാണ് അജിംസ്. അപ്പോൾ CJPയുടെ ഒരു ഇപ്പോഴത്തെ ഒരു സിനാരിയോ കാണുമ്പോൾ CJPയുടെ ഭാവി എന്താണ്? CJPയുടെ ശക്തി എന്താണ്? ആദ്യം അതാണല്ലോ ആലോചിക്കേണ്ടത്. CJPയുടെ ശക്തി അതിൻ്റെ ആദ്യം ഉണ്ടാക്കിയ എക്സ് അക്കൗണ്ടാണ്. മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള എക്സ് അക്കൗണ്ടാണ്. ആ എക്സ് അക്കൗണ്ട് സർക്കാർ വിത്ത്ഹെൽഡ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഡൽഹി ഹൈക്കോടതി ആ എക്സ് അക്കൗണ്ട് തിരിച്ചു കൊടുക്കാൻ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ പറഞ്ഞു ഈ നീറ്റ് എക്സാം നടക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ എക്സ് അക്കൗണ്ട് വിത്ത്ഹെൽഡ് ചെയ്തത്, കാരണം അവർ കുഴപ്പമുണ്ടാക്കും എന്ന് പ്രതീക്ഷയാണ്. ഇനി അത് തിരിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് കോടതി അറിയിച്ചു. കോടതി അത് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞത്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ CJP ദുർബലമാവുമല്ല, ഇന്ന് വീണ്ടും ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം അത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഓൺ ഗ്രൗണ്ട് പൊളിറ്റിക്കൽ ഫിനോമിനയല്ല, അത് ഒരു ഓൺലൈൻ ഫിനോമിനാണ്. അപ്പോൾ ആ ഓൺലൈൻ ഫിനോമിനൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോളോവേഴ്സായിരുന്നു. നരേന്ദ്രമോദിയേക്കാൾ BJPയേക്കാൾ ഫോളോവേഴ്സുള്ള ഒരു എക്സ് അക്കൗണ്ട്, അതായിരുന്നു അതിൻ്റെ ശക്തി. ആ ശക്തി അവർക്ക് തിരിച്ചു കിട്ടുകയാണെന്ന് ചെയ്തിട്ടുള്ളത്. ദുർബലമാവുകയല്ല ചെയ്ത് ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ. പിന്നെ ഇത് കൃത്യമായി ഓൺ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമോ? ഈ ഫോളോവേഴ്സ് മുഴുവൻ നിരത്തിലിറങ്ങുമോ എന്ന ചോദ്യത്തിന് അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന എൻ്റെ ഫൗണ്ടർ ഡൽഹിയിൽ വന്നപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ കൂടെ നിൽക്കാൻ. അപ്പോൾ സോനം വാങ്ചുക്ക് പോലും അതിന് നിൽക്കുന്നത് അവരുയർത്തുന്ന കോസിനെ മുൻനിർത്തിയാണ്. അപ്പോൾ സോനം വാങ്ചുക്കിൻ്റെ ഒരു രാഷ്ട്രീയമായിരിക്കില്ല അഭിജിത്ത് ദീപ്കയുടെ രാഷ്ട്രീയം. ഇവരുടെ രണ്ടുപേരുടെ രാഷ്ട്രീയമായിരിക്കില്ല ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ചാനൽ ഫോളോ ചെയ്യുന്നവരുടെ രാഷ്ട്രീയം. നമ്മൾ മുമ്പ് ഇവിടെ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ രോഷം എന്ന് പറയുന്നത് BJPയുടെ വോട്ട് ബാങ്കിലുള്ള രോഷമാണ്. അത് BJPക്ക് എതിരായിട്ടുള്ള BJPയുടെ ഒപ്പോസിഷൻ വോട്ട് ബാങ്ക് അല്ല, അത് അവർക്ക് ഇടയിലുള്ള പ്രശ്നമാണ്. പ്രത്യേകിച്ചും അർബൻ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള നഗരവാസികളായ മിഡിൽ ക്ലാസ് ആളുകളുടെ പ്രശ്നമാണത്. കാരണം നീറ്റ് എക്സാം മര്യാദയ്ക്ക് നടത്താൻ കഴിയാത്തൊരു സർക്കാർ എന്ന വിമർശനം ഉയർത്തുന്നത് ആ പോപ്പുലേഷനിൽ നിന്നാണ്. ആ പോപ്പുലേഷൻ BJPയുടെ വോട്ട് ബാങ്കാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ BJPയുടെ വോട്ട് ബേസിൽ നിന്ന് BJP സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനകീയ രോഷം ഉയർന്നുകൊണ്ടിരുന്നു. അത് ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ. അവിടുത്തെ യഥാർത്ഥ ചോദ്യം അതിനെ എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ, മുതലാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ള ചോദ്യമാണ്. പ്രതിപക്ഷം അതിനുവേണ്ടി ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, ആ പരിസരത്തെങ്ങുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നീറ്റ് എക്സാമിൻ്റെ പേരിൽ NSU ഒക്കെ കുറേ സമരമൊക്കെ നടത്തുന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു ടോക്കൺ സമരം കൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ല ഇന്ന് ഇന്ത്യയിലുള്ളത്. അതിൻ്റെ കാരണം ഇന്ത്യയുടെ ജനാധിപത്യ സ്ഥാപനങ്ങൾ മുഴുവനായി പാരലൈസ്ഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് എന്താണ്, തളർവാദം പിടിച്ച് കിടക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വിധം ബയസ്ഡായി ഭരണകൂടത്തിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഇനി നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തിരിച്ചു വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ഇന്ത്യ മുന്നണി നേതാക്കളോട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. അതായത് എലക്ഷൻ എന്ന പ്രക്രിയയിലൂടെ ഈ ഭരണകൂടത്തെ താഴെ ഇറക്കാം, BJP സർക്കാരിനെ താഴെ ഇറക്കാം എന്നുള്ള പ്രതീക്ഷ രാഹുൽ ഗാന്ധിക്ക് പോലും ഇല്ല. അങ്ങനെ ഇരിക്കെ ഈ സർക്കാരിനെതിരെ അതിൻ്റെ പിന്തുണക്കൂട്ടങ്ങളിൽ നിന്ന് ഉയരുന്ന രോഷത്തെ മുതലെടുത്തുകൊണ്ട് അതിനൊരു സമരരൂപമാക്കി മാറ്റാൻ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണി യോഗത്തിൽ നടത്തിയിട്ടുള്ള പ്രസംഗം, ജൂൺ 4 നടത്തിയിട്ടുള്ള പ്രസംഗം, അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇനി പ്രതിപക്ഷത്തിന് മുമ്പിലുള്ള വഴി റെസിസ്റ്റൻസ് മാത്രമാണ്. റെസിസ്റ്റൻസിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്, അതല്ലാതെ ഇലക്ഷൻ ജയിക്കുന്നതിനെ കുറിച്ചല്ല. ഇലക്ഷൻ ജയിച്ച് ഇനി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും, BJP താഴെ ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷ രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതായി കഴിഞ്ഞു. രാഹുൽ ഗാന്ധി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 2024 തെരഞ്ഞെടുപ്പ് ജയിച്ചത് നമ്മളാണ്, BJP അല്ല. ആ വിജയം BJP തട്ടിയെടുക്കുകയായിരുന്നു. ദാറ്റ് വാസ് എ സ്റ്റോളൻ വിക്ടറി എന്നാണ് പറയുന്നത്. ഇനി ആ ആത്മവിശ്വാസത്തിൽ ഞാനിത് പറഞ്ഞത് കേട്ട് ഈ ആത്മവിശ്വാസത്തിൽ 2029 ജയിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗ്ഗത്തിലാണ്. അങ്ങനെ ജയിക്കാനേ പോകുന്നില്ല. ഇനി നമ്മുടെ മുമ്പിലെ വഴി റെസിസ്റ്റൻസ് ആണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കോൺഗ്രസ് ഒരു റെസിസ്റ്റൻസ് പാർട്ടിയാണ്. ഈ രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പ്രതിരോധമായിരുന്നു, പോരാട്ടമായിരുന്നു ഞങ്ങളുടെ പണി. അതുകൊണ്ട് ഞങ്ങൾക്കത് നിലനിൽക്കാൻ കഴിയും. എത്ര അഡ്വേഴ്സ് സിറ്റുവേഷനിലും, ഈ ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാതായാലും ഇന്ത്യ ഒരു ഏകാധിപത്യ രാജ്യമായാലും കോൺഗ്രസിന് നിലനിൽക്കാൻ കഴിയുന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പറയുന്നത്. എങ്കിൽ രാഹുൽ ഗാന്ധി കൂടെയുള്ള നേതാക്കളെയും വിളിച്ചുകൊണ്ട് തെരുവിലിറങ്ങേണ്ട സമയം കഴിഞ്ഞു.
ആ പണി ഇന്ത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കളും ഏറ്റെടുത്ത് രംഗത്തിറങ്ങുന്നതിന് പകരം കോൺഗ്രസ് അത് ഏറ്റെടുത്ത് തെരുവിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ CJP ഉന്നയിക്കുന്ന പ്രശ്നത്തെ അവർക്ക് മുതലാക്കാൻ കഴിയുക, ക്യാപിറ്റലൈസ് ചെയ്യാൻ കഴിയുക. പക്ഷെ അത് എങ്ങും നമ്മൾ കാണുന്നില്ല. ഒരു തരത്തിലുള്ള പ്രതീക്ഷയുടെ ഒരു പൊൻകിരണവും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ അവസ്ഥയിൽ നമുക്ക് കാണാനേ കഴിയില്ല. കാരണം പ്രതിപക്ഷമില്ല എന്ന് തന്നെ പറയാം. എന്താണ് നിഷാദ് CJPയുടെ ഭാവി? അല്ല, CJP എന്ന് പറയുമ്പോഴേ അതിനെ പ്രത്യേകമായി എടുക്കുമ്പോൾ എനിക്കൊന്ന് പല ഡയമെൻഷനുണ്ട്. ഒന്നാമത്തെ കാര്യം, അതിനെ പഴയ ആവേശം ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിലനിർത്താൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ കുറച്ച് കുറവാണ്. അതിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു അതൊരു ശരിക്കും ഒരു എസ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റിക്കൽ പാർട്ടിയല്ല, ഒരു ആക്ഷേപഹാസ്യ പ്ലാറ്റ്ഫോമാണ് ശരിക്കും കോക്രോച്ച് ജനതാ പാർട്ടി. കോക്രോച്ചുകളെന്ന് വിളിച്ചുള്ള പ്രതിഷേധം തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേരാണ്. അപ്പോൾ ഒരു ആക്ഷേപഹാസ്യ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യമോ ഉണ്ടാക്കുന്ന ഒരു ഹൈ എന്ന് പറയുന്നത് ദീർഘനേരം നിൽക്കുന്ന ഒന്നായിരിക്കില്ല. അത് അപ്പോഴത്തെ ഒരു മൂഡായിരിക്കും. ആ കോടതി വിധി വന്നതിൻ്റെ രോഷം, അതിനോടുള്ള പ്രതികരണത്തിൻ്റെ ഒരു സ്വഭാവം, അതിൽ വന്നു കൂടുന്ന ആളുകൾ, ആ ഹൈ കുറച്ച് കഴിയുമ്പോൾ കുറയും. രണ്ടാമത്തേത്, അല്ലെങ്കിൽ അത് പെട്ടെന്നൊരു പൊളിറ്റിക്കൽ പാർട്ടിയായി പരിവർത്തിക്കപ്പെടുകയും കൂടുതൽ ജീവിത വിഷയങ്ങൾ ഏറ്റെടുക്കുകയും ആളുകളിലേക്ക് അങ്ങനെ ഇരച്ചു കയറുകയും ചെയ്യുന്ന തരത്തിലൊരു കൺവേർഷനിലേക്ക് വേഗം പോകണമായിരുന്നു, ഒരു പരിവർത്തനം. അവരതെടുത്തില്ല. അവരാ നീറ്റിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ആ നീറ്റ് സ്കാമിൻ്റെ തന്നെയും ബഹളം കുറച്ച് കുറഞ്ഞല്ലോ. പ്രധാന രാജിവെക്കണമെന്നായിരുന്നു ആവശ്യം ഉന്നയിച്ചു എന്ന് മാത്രമല്ല, സർക്കാർ ചില പാളിച്ച പറ്റിയെന്ന് പറഞ്ഞു, ചില ഇൻവെസ്റ്റിഗേഷൻ സർക്കാർ ഓണാക്കി എന്ന് മാത്രമല്ല, വീണ്ടും എക്സാം നടക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഹൈ ആ ഗ്രാഫിൽ കുറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ആളുകൾ കുറഞ്ഞതായും ആവേശം കുറഞ്ഞതായും തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർക്കത് അറിയാം. എനിക്ക് തോന്നുന്നു ഈ അഭിജിത് ദീപ്കയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഒരു ഗ്രൗണ്ട് ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇനിയും അവർക്ക് സെല്ല് ചെയ്യാനൊരു ഇവൻറ്റ് വേണം. മറ്റേ ഈ ഒരു ബഹളം മാത്രം, ആവശ്യങ്ങൾ ആൻഡ് പോസ്റ്റേഴ്സ് മാത്രം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. സോ ഗ്രൗണ്ട് ഇവൻറ്റും അവിടെ നിന്നുള്ള വിഷ്വൽസും മുദ്രാവാക്യങ്ങളും അവിടെ വന്നുകൂടുന്ന ജനങ്ങളും അവിടുത്തെ ഒരു ആംബിയൻസും ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഇതിനെ ഡിജിറ്റലിലും സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവരൊരു ഗ്രൗണ്ട് ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സംഗതിയെ എന്തുമാത്രം ഇനി ഗ്രൗണ്ടിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അതിൻ്റെ സാധ്യതകളിരിക്കുക. അപ്പോൾ അങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോൾ എന്തുമാത്രം ആളുകളെ അതിനകത്ത് കിട്ടുന്നുണ്ട്, എന്തുമാത്രം ആളുകൾക്ക് അതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു അപ്പർ മിഡിൽ ക്ലാസിൻ്റെ ഒരു പ്രശ്നമാണ്. നീറ്റ് പരീക്ഷ മിഡിൽ ക്ലാസിൻ്റെ അപ്പർ മിഡിൽ ക്ലാസിൻ്റെ പ്രശ്നമാണ്. എല്ലാ ജനറൽ പബ്ലിക്കിനെയും പൂർണ്ണമായിട്ടും സ്വാധീനിക്കുന്ന ഒന്നല്ല. നമ്മൾ നോർത്തിലേക്ക് പോയാൽ തന്നെയും അവിടെയുള്ള ജനവിഭാഗത്തിൽ ബഹുഭൂരിപക്ഷമാർക്കും എന്താണ് ഈ സംഗതി എന്ന് പോലും അറിയില്ല, നീറ്റ് പരീക്ഷ എന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിന് ദീർഘദൂരം സഞ്ചരിക്കാൻ പരിമിതി ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൽ ചെയ്യേണ്ട ഒരു കാര്യം, ആ പാർട്ടി കുറച്ചുകൂടി എല്ലാവർക്കും കണക്റ്റ് ആവുന്ന വിഷയങ്ങളെ, ആ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ മൂവ്മെൻറ്റ് ഏറ്റെടുക്കുകയും കുറച്ചുകൂടി വിപുലമാകാനും കുറച്ചുകൂടി പ്രസരണം ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള പണിയെടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അതിന് ദീർഘമായിട്ടുള്ള ആയുസിനോടൊന്നും എനിക്കിപ്പം കേന്ദ്ര സർക്കാർ തന്നെയും അതിനെ ഒരു പരിധി കവിഞ്ഞ് ഭയപ്പെടുന്നു തോന്നുന്നില്ല. സർക്കാരിൻ്റെ ഒരു ഇപ്പോൾ എന്താണ് ഗവൺമെൻറ് ഒരു താല്പര്യം ഒരിക്കലും അതിന് എക്സ് അക്കൗണ്ട് തിരിച്ചു കൊടുക്കരുതായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് മറിച്ചെന്ത് വന്നു എന്ന് എനിക്ക് അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഗവൺമെൻറ് തന്നെയും അതൊരു കാര്യമുണ്ട്. അത് സർക്കാരിനെതിരെ ഭയങ്കരമായിട്ടുള്ള ജനവികാരം ഉയർന്നു വരുന്ന സന്ദർഭത്തിൽ ഗവൺമെൻറ് തന്നെയും ചില പരിപാടി ഇറക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. BJPക്ക് പുറത്തുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരികയും അവരതിൻ്റെ ബഹളത്തിൻ്റെ മൊത്തം സംഗതി ഏറ്റെടുക്കുകയും അതുവഴി വന്നിട്ട് അതിൻ്റെ അതങ്ങ് കുറഞ്ഞങ്ങ് പോകും. മനസ്സിലായില്ലേ? അതാണ് പ്രഷർ വാൽവ് എന്ന് പറയും. അതുവഴി അത് ഗവൺമെൻറ് ചെയ്ത് നടക്കട്ടെ എന്ന് വിചാരിക്കും. ഇല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. ആ പ്രഷർ വാൽവ് എന്ന് പറയുന്ന സംഗതി ഒരു സേഫ്റ്റി വാൽവ് ഇട്ട് ഗവൺമെൻറ് അത് നടന്നോട്ടെന്ന് വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതെപ്പോഴും ഒതുക്കളുടെ നേരം കഴിഞ്ഞിട്ടുണ്ടാവും. മറ്റേത് പാളിന്ന് അവർക്കറിയാം. ഈ നീറ്റ് നല്ലപോലെ പാളുകയും അത് വലിയ വിഭാഗം യുവാക്കളെ ബാധിക്കുകയും ചെയ്തു. സോ അതുണ്ടാക്കിയിരിക്കുന്ന ആ സമ്മർദ്ദം കടന്നു പോകാൻ ഒരു വേ ഉണ്ട്, ഒരു പാത്ത് ഉണ്ടാക്കണം. അത് കഴിഞ്ഞു എന്ന് ഗവൺമെൻറ് വിചാരിക്കുന്നു. അതിനപ്പുറം പോകാൻ അവർ ശ്രമിച്ചാൽ അത് അവർക്കും ഇമ്പാക്റ്റ് ചെയ്യുന്ന സംഗതിയായിരിക്കും. ഇതിനകത്തൊരു പാഠമുള്ളത് നേരത്തെ പറഞ്ഞത് അജിംസ് പറഞ്ഞ പോലെ പ്രതിപക്ഷ പാർട്ടികൾ ജനങ്ങൾ എന്തുമാത്രം അക്ഷമരാണെന്ന്, നിരാശരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എപ്പിസോഡാണിത്. അതനുസരിച്ച് പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കണം. ഞാൻ വിചാരിക്കുന്നില്ല 2029 ഇലക്ഷന് മുമ്പ് അസാധാരണമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് മാറാൻ പറ്റുന്നു. അവരിപ്പോഴും അതിൻ്റെ റിയാലിറ്റി തിരിച്ചറിഞ്ഞിട്ടില്ല. 2024 മോദി ഒന്ന് ദുർബലപ്പെട്ടത് അവരുടെ പ്ലാനിൽ ചെറിയ പാളിച്ച പറ്റിയതുകൊണ്ടാണ്. പ്ലാൻ എന്ന് പറയുമ്പോൾ ബൈ ഓൾ മീൻസ് മനസ്സിലാക്കിക്കൊള്ളണം. ഉത്തർപ്രദേശിൽ നിന്നും അവർ ആ നിലയ്ക്കുള്ള ചില സംഗതികൾ എടുത്തിരുന്നില്ല. കാരണം അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കിയതുകൊണ്ട് നോർമലി ജെന്യൂനായിട്ട് അങ്ങ് ഓർഗാനിക്കായിട്ട് ജയിച്ചോളൂ എന്ന് വിചാരിച്ചു. അല്ലാത്ത സ്ഥലത്തൊക്കെ അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. തവണ അവർ വിചാരിക്കുന്നുണ്ടോ ഏത് അമ്പലവും പള്ളി ഉണ്ടാക്കിയാലും വേണ്ടില്ല, ഓർഗാനിക് പരിപാടികളൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് 2029 സ്വപ്നം കാണണ്ട എന്ന് മാത്രമല്ല, അതിനിടയ്ക്ക് വേറെ പൗരത്വം എന്ന് പറഞ്ഞ് ആരുടെയൊക്കെ വെട്ടിക്കാണണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഇനിയിപ്പോൾ
ഇതിനിടയ്ക്ക് മറ്റേത് വരുമെന്ന് അറിയത്തില്ല, വൺ ഇന്ത്യ വൺ ഇലക്ഷൻ വരുമെന്ന് അറിയില്ല, ഇനിയും ഡീലിമിറ്റേഷൻ പരിപാടി അവരിലുണ്ട്, ഒരുപാട് ഐറ്റം അവരിലിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർ സ്വപ്നം കാണണ്ട. അപ്പോൾ ആത്യന്തികമായി ജനങ്ങളെ അണിനിരത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മൂവ്മെൻ്റായിട്ട് പരിവർത്തിക്കപ്പെടാൻ പ്രതിപക്ഷ പാർട്ടികൾ കഴിയുമോ എന്നൊരു ക്വസ്റ്റ്യനുണ്ട്. 2029 മുമ്പ് അതിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവർ ഇപ്പോഴും വിചാരിക്കുന്നത് ഈ ഒരു പ്രീ ഇലക്ഷൻ അലയൻസ് കൊണ്ടോ പോസ്റ്റ് പോൾ അലയൻസ് കൊണ്ടോ ഒക്കെ ജയിക്കാമെന്ന് വിചാരിക്കുന്ന പഴഞ്ചൻ നേതൃത്വമാണ്. ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ പോലെ പുതിയ നേതൃത്വം, പുതിയ ചെറുപ്പക്കാർ, വിശ്വാസമുള്ള മുദ്രാവാക്യങ്ങൾ ഇവയുമായിട്ട് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഹോപ്പുണ്ട്. പക്ഷേ അതിന് സമയം ഇനിയില്ല. അതിലേക്ക് എത്താൻ കഴിയുന്ന നേതൃത്വം ഉണ്ടെന്ന് തോന്നുന്നില്ല. രാഹുൽ ഗാന്ധി മാത്രമേ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പോൾ അവരവരുടെ ഈഗോയും അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളായി തുടരുകയാണ്. സോ 2029 മോർ ഈസി ആയിരിക്കും മോദിക്ക്, എനിക്ക് തോന്നുന്നു.